ഗുഡ് മോർണിംഗ്. ഷോഗ്ര ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. ഒരു ബ്രേക്കിന് ശേഷമാണ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു ക്വാണ്ടിറ്റി ഒരു ലോട്ട് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ലെവൽസ് എന്ന് പറഞ്ഞാൽ 25,600 599 നിഫ്റ്റിയുടെ അപ്സൈഡ് ലിക്വിഡിറ്റി. അതിൻ്റെ മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഞാൻ താഴേക്കായിരിക്കും ട്രേഡ് എടുക്കുക. അത് അപ്സൈഡ് ലിക്വിഡിറ്റിയാണ്, ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയയാണ്. ഇനി അതല്ല 25,509 താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഞാൻ മുകളിലേക്കായിരിക്കും ട്രേഡ് എടുക്കുക. ഇന്ന് സ്റ്റുഡൻസിൻ്റെ കൂടെയുള്ള ലൈവാണ്, അപ്പോൾ ഞാനത് വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ലെവലാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം ഓൾറെഡി അപ്സൈഡ് ലിക്വിഡിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ 25,600 ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് നോക്കാം. ഇനി ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ അപ്സൈഡ് ലിക്വിഡിറ്റി IDX ഒന്നുമില്ല, ഓൾ ടൈം ഹൈ ഉണ്ട് 57,614. ഡൗൺ സൈഡ് 57,401. ഈ രണ്ട് ലെവലാണ്. അതിൻ്റെ അപ്സൈഡ് ഓൾ ടൈം ഹൈൻ്റെ മുകളിലേക്കാണെങ്കിൽ താഴേക്കായിരിക്കും. 57,401 താഴേക്കാണെങ്കിൽ മുകളിലേക്കായിരിക്കും. ഏതായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 11 മണിയായി. നമുക്ക് ഇതുവരെ ഒരു എൻട്രി കിട്ടിയിട്ടില്ല. നമ്മൾ മാർക്ക് ചെയ്ത പോലെ കറക്റ്റായിട്ട് 25,600 എന്നുള്ള എക്സാക്ട് ലെവലിൽ ടാപ്പ് ചെയ്തിട്ട് നിഫ്റ്റി നല്ല ഫാളാണ് ചെയ്തത് രാവിലെ തന്നെ. പക്ഷേ അഗ്രസീവായിട്ടുള്ള ഒരു ട്രേഡ് പോലും നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. ഒറ്റ ട്രേഡ് കിട്ടിയിട്ടില്ല, കണ്ടിന്യൂസ് ഫാളാണ്. ഇതിപ്പോൾ ഒരു നിഫ്റ്റിയിൽ വെറുതെ ഞാൻ നോക്കിയതാണ്. അത് 5 minutes IDX ടാപ്പ് ചെയ്തിട്ടുള്ള അഗ്രസീവ് ക്യാൻഡിൽ ടാപ്പ് എൻട്രി. പക്ഷേ നിഫ്റ്റി നമുക്ക് ഒരു എൻട്രി പോലും തരാതെ അപ്സൈഡിൽ നിന്ന് 100 പോയിന്റിലധികം താഴേക്ക് വന്നു. അതിനുശേഷം ഇപ്പം നമുക്ക് ഫസ്റ്റ് എൻട്രി ഓപ്പർച്യൂണിറ്റി വരുന്നത് കോൾ ഓപ്ഷനിലാണ്. അതായത് ഞാൻ മാർക്ക് ചെയ്ത ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തും ചെയ്തിട്ടുണ്ട്. 25,500 താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു അഗ്രസീവ് ഒരു കോൾ ഓപ്ഷൻ നോക്കാം. 5 മിനിറ്റിൽ 5 minutes IDX ഒക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിഫ്റ്റി ഒന്നും എടുക്കാതെ വീണ്ടും താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നിഫ്റ്റിയിൽ പിന്നെ ഒരു 5 minutes IDX എടുത്തായി കണ്ടിട്ടുണ്ട്. ഞാൻ നിഫ്റ്റി നോക്കാറില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റുഡൻസ് ആരെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കോൾ ഓപ്ഷനാണ് ഇവിടുന്ന് എൻട്രി പ്ലാൻ ചെയ്യണത് മാർക്കറ്റ്. പക്ഷേ പ്രീമിയം ഒക്കെ നല്ല ഫാൾ തന്നെയാണല്ലേ. മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളിഷ് ആയിട്ട് പോലും അറിയാലോ. മാർക്കറ്റ് ഒരു ചെറിയ റിവേഴ്സലൊക്കെ തന്ന് പിന്നെയൊക്കെ പോവുള്ളൂ. അപ്പോൾ ഓൾറെഡി കുറച്ചൊന്ന് കറക്റ്റ് ചെയ്തല്ലേ. അപ്പം ഇനി ആളുകൾ വീണ്ടും വാങ്ങി കൂട്ടുന്നുള്ള പ്ലാനിലാണ് ഞാൻ അപ്സൈഡിലേക്ക് പോകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ 25,500 എന്നുള്ള നല്ല ഒരു സപ്പോർട്ട് ലെവലിൻ്റെ ഒക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നതിന് ശേഷമുള്ള ഒരു എൻട്രിയാണ്. അപ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡാണ്. ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനാണ് പ്ലാന്. മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഭയങ്കര ചേഞ്ചസ് ആണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം എന്താ പറയുക ജൂണിൽ കംപ്ലീറ്റ് ആയിട്ട്. ജൂലൈയിൽ അടിപൊളിയായി വരട്ടെ എന്ന് വിചാരിക്കുന്നു. ഒന്ന് സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു മാർക്കറ്റ്. ഓക്കെ, നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വന്നിട്ട് നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. 25,500 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. 74.30 നമുക്ക് എൻട്രി കിട്ടിയത്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് 6 പോയിന്റ് തന്നെയാണ്. ഇന്ന് ക്വാണ്ടിറ്റി എടുത്തത് 450 ക്വാണ്ടിറ്റി ആട്ടോ. ഒരു ലോട്ട് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കുറക്കാനുള്ള റീസൺ കഴിഞ്ഞ മന്ത് ലോസിലായതുകൊണ്ടാണ്. നമ്മൾക്ക് മന്ത്ലി ഒരു മാസം ലോസിലാകുമ്പോൾ പൊതുവെ ക്വാണ്ടിറ്റി കുറക്കാറുണ്ട് ഒരു ലോട്ട് വെച്ചിട്ട്. ഇനി അതല്ല പ്രോഫിറ്റ് 2 മാസം കണ്ടിന്യൂസ് അല്ലേ ആയിട്ട് തുടർച്ചയായ 2 മാസം പ്രോഫിറ്റ് ആണെങ്കിൽ ഞാൻ ഒരു ലോട്ട് കൂട്ടും ചെയ്യും. ആ രീതിയിലാണ് ഉള്ളത്. നോക്കാം. ഞാൻ ഏതായാലും ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ SL അടിച്ചിട്ടുണ്ട്, 6 പോയിന്റ് SL അടിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം 6 പോയിന്റ്സ്. നമ്മൾ അതല്ല രസം, നമ്മൾ രാവിലെ 25,600 എന്നുള്ള എക്സാക്ട് ലെവലിൽ ലിക്വിഡിറ്റിയാണ്. അവിടെ നിന്ന് താഴേക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് നിന്നല്ല, ഒരു ട്രേഡ് പോലും നമുക്ക് താഴേക്ക് കിട്ടിയില്ല. IDX ഉണ്ടാക്കി എൻ്റെ തൊട്ടടുത്ത് തന്നെ താഴേക്ക് വരിക ചെയ്ത്. ഡൗൺ സൈഡ് എൻട്രി നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പം ലാസ്റ്റ് അപ്സൈഡിലേക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യും ചെയ്ത് 25,500 താഴെ വരെയൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ പ്ലാൻ ചെയ്ത് അപ്സൈഡിലേക്ക് ഇനി ചെറുതായിട്ട് പോകുന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ അത് SL അഡിഷൻ ചെയ്ത് കുഴപ്പമില്ല. നമ്മുടെ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ട്രേഡ് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്ന് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ട്രേഡ് മാക്സിമം നമ്മൾ ഒരു ദിവസം 2 ട്രേഡേ ചെയ്യുള്ളൂ. അപ്പോൾ അടുത്ത ഓപ്പർച്യൂണിറ്റി കുറച്ച് നല്ല ചാൻസ് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 11:40 നമ്മൾ എഗെയിൻ ഒരു അപ്സൈഡ് ട്രേഡാണ് നോക്കുന്നത്. ഇത് രസമല്ല, ഇതിൽ നമുക്ക് 2 ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തത്. അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 minutes ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് വരുന്നത്. അതിലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു സിംഗ് ഹൈ എടുത്ത താഴേക്ക് നോക്കാം. ഇനി അതല്ല, നേരത്തെ ഞാൻ ഇപ്പോൾ മെയിനായിട്ട് നോക്കാൻ കാരണം എന്താ വെച്ചാൽ 25,473 എന്നുള്ള ഏരിയയിൽ
ഒരു പ്രീവിയസ് സ്വിംഗ് ലോ, അത് വലിയൊരു സ്വിംഗ് ലോ ഉണ്ടായിരുന്നു. അപ്പോൾ 25,500 താഴെയാണ്. അതുപോലെ ഒരു ഡേ ലോ ആണ്, സ്വിംഗ് ലോ ആണ്, വലിയൊരു ലോൻ്റെ താഴെ മാർക്കറ്റ് വന്നതുകൊണ്ട് തന്നെ അപ്പ് സൈഡിലേക്ക് നോക്കാം. അപ്പ് സൈഡിലേക്ക് നോക്കാനും ഇതേപോലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. IDX ടാപ്പ് ചെയ്ത് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ എടുക്കുമ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ എടുക്കുന്ന രീതിയാണ്. ഞാൻ പറഞ്ഞ പോലെ രണ്ട് മാർക്കറ്റിൻ്റെ പ്രീമിയം കണ്ടിട്ട് ബുള്ളിഷ് നേരത്തേനേക്കാളും ഒരു അപ്പ് സൈഡിലേക്കുള്ളൊരു മൊമെൻറ്റം പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ അപ്പ് സൈഡിലേക്കാണ് നോക്കുന്നത്. കാരണം രണ്ട് ഏരിയയിലേക്ക് നോക്കാൻ പറ്റിയ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അപ്പ് സൈഡിലേക്ക് നോക്കാം. കാരണം ഇപ്പോൾ പ്രീമിയം ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട് നേരത്തെ ഉള്ളതിനേക്കാളും. അത് ആ ഒരു റീസണും ഉണ്ട്. ബാങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നും കാണുന്നില്ല. ഓക്കെ, ആ ഒരു ഏരിയ ഓക്കെ. നമുക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. പ്രീമിയം പിടിച്ചിട്ടുണ്ട്, ബൈ ചെയ്യാം. നമ്മൾ 25,500 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. നമ്മുടെ സെക്കൻഡ് ട്രേഡാണ്. സെയിം ഇതാണ് 25,500 തന്നെയാണ് നേരത്തെ നമ്മളെടുത്തത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ 6 പോയിന്റ് തന്നെയാണ് SL. ഈ ഒരു ട്രേഡിന് കൂടി ലോസ് വരികയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, മാക്സിമം 6,000 താഴെ ലോസ് വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്യാം. ഏതെല്ലാം ടാർഗറ്റ് വന്നാലും ടാർഗറ്റ് അടിച്ചാലും ഇന്നത്തെ ട്രേഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. കാരണം മാക്സിമം ഒരു ദിവസം 2 ട്രേഡ് ചെയ്യുള്ളൂ. അതാണ് എൻ്റെ പ്ലാൻ. ഡിസിപ്ലിൻ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി. ഇനി എത്ര അവസരം ഉണ്ടെങ്കിലും 2ൽ കൂടുതൽ ട്രേഡ് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല ഇനി അങ്ങോട്ട്. ഓക്കെ, മാർക്കറ്റ് സ്റ്റിൽ ആ ഒരു ഏരിയയിലാണ്, ചെറിയ ലോസിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പം ആ ഒരു സ്വിംഗ് ഹൈ ഉണ്ട് 25,500, 502 മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ താഴേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. 22,502 മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഇപ്പോൾ 25,502 25,477 ഇപ്പോൾ ഉള്ളത്. 502 മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ എൻട്രി പ്രൈസ് ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും. കാരണം എന്താ പറയുക, 25,502 മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് താഴേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് നോക്കാം. ഒരു ക്യാൻഡിൽ ടാപ്പ് ഉണ്ട്, ജസ്റ്റ് 5 ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഹൈൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകണമെങ്കിൽ താഴേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം 2 ഏരിയയിലേക്ക് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ബുള്ളിഷ് ഓപ്പർച്യൂണിറ്റി നോക്കി നമ്മൾ അപ്പ് സൈഡിലേക്ക് എടുത്തു. ഇനി ഈ 25,502 മുകളിലേക്ക് പോവുകയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് ഞാൻ വെക്കും. ഇനി അതല്ല, ഡയറക്റ്റ് പോയിട്ട് താഴേക്ക് പോയിട്ട് SL അടിക്കുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇന്നത്തെ ട്രേഡ് നിർത്തും. ഇനിയിപ്പോൾ കോസ്റ്റ് പ്രൈസിൽ വെച്ചാലും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാർക്കറ്റ്, അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് വരാനും പോസിബിലിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇൻ കേസ് മാർക്കറ്റ് ബുള്ളിഷായിട്ട് പോയിട്ട് 25,530 വരെ പോവുകയാണെങ്കിൽ ഞാൻ എക്സിറ്റ് ചെയ്യും. അതാണ് പ്ലാൻ. ഏതായാലും നോക്കാം. അപ്പോൾ പ്രീമിയം ഒന്ന് ചെറുതായിട്ടൊന്ന് കയറുന്നുണ്ട് അല്ലേ, ഒരു സ്പൈക്ക് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ബുള്ളിഷായിട്ട് പോകുന്നത് തന്നെയാണ്. കാരണം സ്പോട്ട് പോകുന്നതിനെക്കാട്ടി ഒരു പവറിൽ പ്രീമിയം പോണ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ഏതായാലും ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ 25,502 മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഓൾറെഡി 2,500 നേരത്തെ ലോസും കവർ ചെയ്തപ്പോൾ 2,500 പ്രോഫിറ്റിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് താഴേക്കും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. 6 പോയിന്റ് SL ഒഴിവാക്കിയിട്ട് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി സ്ട്രൈറ്റ് ആയിട്ട് മുകളിലേക്ക് പോയിട്ട് 25,530 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുക. അതാണ് പ്ലാന്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഓൾറെഡി ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതുമല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പ്രൈസ് ആക്ഷനാണ്. മാർക്കറ്റ് ഇപ്പം അത് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. മാർക്കറ്റ് മുകളിലേക്ക് താഴേക്ക് വരുന്ന മാർക്കറ്റാണ്. ആദ്യം മുകളിലേക്ക് പോയതിനു ശേഷം ചെറിയൊരു റിവേഴ്സൽ കാണിച്ചിട്ട് വീണ്ടും ഹൈ എടുക്കുമ്പം താഴേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കുറച്ച് പ്രീവിയസ് ഡേയ്സിൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രൈസ് ആക്ഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പോസിബിലിറ്റി ഉണ്ട് താഴേക്ക് വരാൻ. അപ്പോൾ അതുകൊണ്ട് അധികം ഇനിയിപ്പം മാക്സിമം തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് ലോസ് ബുക്ക് ചെയ്യേണ്ട, കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കുക. അതാണ് പ്ലാൻ. അഥവാ മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ട്രേഡ് എടുത്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ കഴിഞ്ഞു. ഏതായാലും നോക്കാം, നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട്. ഞാൻ വിചാരിക്കുന്നത് മാർക്കറ്റ് ഒന്ന് ബുള്ളിഷല്ലേ, അപ്പോൾ അത്യാവശ്യം മുകളിലേക്ക് തന്നെ പോകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യൂ. ഡൗൺ സൈഡ് ട്രേഡ് ഞാൻ അതാണ് പ്ലാൻ ചെയ്യാത്തത് ഓൾറെഡി. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം.
നമ്മുടെ സെക്കൻഡ് ട്രേഡ് കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ലോസ് കവർ ചെയ്ത് 2500-3000 അടുത്ത് പ്രോഫിറ്റ് കാണിച്ചതാണ്. പിന്നെയാണ് എസ് അടിച്ചത്. ഞാൻ പറഞ്ഞ പോലെ എക്സാക്ട്ലി ഇന്ന് ക്യാൻഡിൽ ടാപ്പ് എൻട്രി താഴേക്ക് എടുത്ത ആളുകളാണ് ഇപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റിലായിരുന്നു. ടാർജറ്റൊന്നും അടിച്ചിട്ടുണ്ടാവില്ല, താഴേക്ക് എടുത്തോളം പ്രോഫിറ്റ്. നമ്മൾ ഓർഡേഴ്സൊക്കെ ഇവിടെ കാണാം നിങ്ങൾക്ക് 2 ട്രേഡ്. ഏതായാലും ഇനി ട്രേഡ് ചെയ്യുന്നില്ല, നമുക്ക് നാളെ നോക്കാം. നമുക്ക് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ചില സമയത്ത് 3, 4, 5 ട്രേഡൊക്കെ ചെയ്ത ദിവസങ്ങളുണ്ട്. ഒന്നും കാര്യമില്ല, നമുക്ക് ആ ഒരു മൈൻഡ് നമുക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ലോസ് കവർ ചെയ്യണം എന്നുള്ള ചിന്തയിലാണ്. ഒരുപാട് ഗവൺമെൻറ് ടാക്സസ് കൊടുക്കാന്നല്ലാതെ അതിനോട് കാര്യമില്ല. നമുക്ക് നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നാളെ അവസരം ഉണ്ടാവും, നാളെ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ പറയാൻ കാരണം ഇവിടെ അപ്സൈഡ് ലിക്വിഡിറ്റി 25,500 എന്നുള്ള ലെവലിൽ അപ്സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. അത് ടാപ്പ് ചെയ്തതിന് ശേഷമുള്ള ക്യാൻഡിൽ ടാപ്പ് എൻട്രി താഴേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു എൻട്രി ഇപ്പം സ്റ്റിൽ പ്രോഫിറ്റ് റണ്ണിങ്ങിലായിരിക്കും. ആ ഒരു എൻട്രിയിൽ ആ ഒരു എൻട്രി ഇന്നത്തെ ഡേ ലോ ഒക്കെ ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ആ ട്രേഡിൽ. പക്ഷെ ഞാൻ ഇനി അതിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നില്ല, നമുക്ക് നാളെ നോക്കാം. ഓക്കെ, അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ആ ഒരു ഏരിയ. ക്യാൻഡിൽ ടാപ്പ് എൻട്രി വന്നത് ഈ ഒരു ക്യാൻഡിൽ അതിൻ്റെ മുകളിലേക്ക് ഈ ടോപ്പിൽ നിന്ന് ക്യാൻഡിൽ ടാപ്പ് എൻട്രി വന്നിട്ടുണ്ടാവും താഴേക്ക്. അത് ഡേ ലോ വരെയൊക്കെ ടാർഗറ്റ് വെക്കാം, പക്ഷേ അത് 38-40 പോയിൻ്റ് ഉള്ളൂ. അത് ഡേ ലോ അടിക്കുകയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്കൊക്കെ ചെയ്യേണ്ടി വരും. ഏതായാലും ഇന്നത്തെ നമ്മുടെ ട്രേഡ് കഴിഞ്ഞു. ഇനി നാളെ കാണാം. താങ്ക് യു, ബൈ.